എല്ലാവർക്കും സ്വാഗതം. ഉച്ചയായിട്ടും ഷാജീനെ ഊണ് കഴിക്കാൻ കാണാത്തതുകൊണ്ട് ഷാജിയുടെ അമ്മ വീട്ടിൽ നിന്ന് വിളിച്ചിട്ട് ഊണ് കഴിക്കാൻ വരുന്നില്ലേ എന്ന് നോക്കുമ്പോൾ ഷാജി പറയുന്നുണ്ട്, ഞാനിപ്പോൾ കടപ്പാട്ടൂരാണ് നിൽക്കുന്നത്, അമ്മ കഴിച്ചോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ബാലേന്ദ്രൻ സിറ്റ് ഔട്ടിലേക്ക് ഇറങ്ങി ചെന്ന് ഷാജീനെ പരിചയപ്പെടുകയാണ്. അപ്പോൾ ഷാജിനെ കാണുമ്പോൾ ഷാജിക്ക് ആദ്യം തന്നെ ഷെയ്ക്കാനൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഷാജിക്കാണെങ്കിൽ കൈ കൊടുക്കാനൊരു മടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ബാലേന്ദ്രനാണെങ്കിൽ കൈ നീട്ടി പിടിച്ചുകൊണ്ട് തന്നെ നിൽക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും കൈയൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നീട് ഇത് ഇത്രയും കാര്യങ്ങളൊക്കെ സംസാരിച്ച് കഴിഞ്ഞ ശേഷം ഷാജീനെ ഊണ് കഴിക്കാനായിട്ട് വിളിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഷാജി വേണ്ട, വീട്ടിൽ അമ്മയും അതുപോലെ തന്നെ അനിയത്തിയും കാത്തിരിക്കുകയാണെന്ന് പറയുമ്പോൾ അതൊക്കെ എന്നുള്ളതല്ലേ, ഇവിടുന്ന് ആദ്യമായിട്ടല്ലേ, അതുകൊണ്ട് ഇവിടുന്ന് ഊണ് കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറയുമ്പോൾ ഷാജിക്ക് ആകെ ഇങ്ങനെ ഷാജിയുടെ വേഷമൊക്കെ കണ്ടിട്ട് ഒന്നിങ്ങനെ ഷാജിനെ തന്നെ ഒന്ന് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു കുഴപ്പമില്ലാന്നേ, കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് ശരണി അമ്മയ്ക്ക് അവിടെ കാത്തിരിക്കുകയാണെന്ന് പറഞ്ഞ് ഷാജിനെ വിളിക്കുന്നുണ്ട്. ബാലേന്ദ്രൻ അകത്തേക്ക് വിളിക്കും. അപ്പോൾ പിന്നെ ഷാജിക്ക് വേറെ നിവൃത്തിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ബാലേന്ദ്രൻ്റെ പിറകെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ രോഹിത്തും അവിടെ സിറ്റ് ഔട്ടിൽ തന്നെ ഫോൺ നോക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ രോഹിത്തിനും വിളിക്കുന്നുണ്ട് കേട്ടോ ബാലേന്ദ്രൻ. അങ്ങനെ രോഹിത്തും പിറകെ തന്നെ പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ഗോപനെയാണ്. ഗോപൻ വീടൊക്കെ പൂട്ടിയിട്ട് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ അച്ഛൻ പുറത്തുനിന്ന് ടൗണിലെങ്ങാണ്ട് പോയിട്ട് വരികയാണ്. അപ്പോൾ നീ എവിടേക്കാണ് പോകുന്നത്, വീടും പൂട്ടിയിട്ട് അവർ വന്നിട്ടില്ല എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീട് പൂട്ടി പോകുന്ന കാണുമ്പോൾ അച്ഛന് മനസ്സിലായില്ലേ അവരെത്തിയിട്ടില്ല എന്നുള്ളത്. ഗ്രൗണ്ടിലേക്കാണ് പോകുന്നതെന്നും ഗോപൻ പറയുന്നുണ്ടായിരുന്നേ. അപ്പോൾ നിനക്കൊന്ന് അവരെ വിളിച്ച് നോക്കിക്കൂടായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഗോപനോട്. അപ്പോൾ വിട്ടവരെന്നെ അങ്ങ് വിളിച്ച് നോക്കിയാൽ മതി, അച്ഛനല്ലേ മകളുടെ താളത്തിനൊത്ത് തുള്ളുന്നതെന്ന് പറയും കേട്ടോ. അപ്പോൾ എന്നാൽ ഞാൻ തന്നെ വിളിച്ചു നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് അച്ഛൻ വിളിക്കുകയാണ് കേട്ടോ. അപ്പോൾ വിളിക്കുന്ന സമയത്ത് ശരണ്യയുടെ അമ്മ ഫോൺ എടുത്തിട്ട് പറയുന്നുണ്ടായിരുന്നു, പ്രഭാകരേട്ടാ ഞങ്ങളിപ്പോൾ വരും, ഞങ്ങൾ ഊണ് കഴിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് കോള് കട്ട് ചെയ്യേ. അപ്പോൾ ശരണ്യയുടെ അച്ഛനാണെങ്കിലും ഗോപനോട് പറയുന്നുണ്ട്, അവരവിടെ ഇങ്ങനെ ഊണ് കഴിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞെന്ന് പറയുമ്പോൾ അതേതായാലും നന്നായി, ഇനിയിപ്പോൾ ചായയും അതുപോലെ തന്നെ രാത്രിയത്തെ അത്താഴം കഴിപ്പും ഒക്കെ കഴിഞ്ഞിട്ട് വന്നാൽ മതിയല്ലോ എന്ന് പറഞ്ഞ് ഗോപൻ ദേഷ്യപ്പെട്ട് അവിടുന്ന് അങ്ങ് പോകും കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ശരണ്യയുടെ അച്ഛനും അതങ്ങ് വിശ്വസിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അയാളും എന്തോ ആലോചിച്ചുകൊണ്ട് അവിടെ തന്നെ നിൽക്കുകയാണ്. അത് കഴിഞ്ഞ് പിന്നീട് അലീനേനെയാണ് കാണിക്കുന്നത്. പിന്നീട് അവർ യാത്രയൊക്കെ പറഞ്ഞിറങ്ങും. ഷാജി ആണെങ്കിൽ അവരെ മുറ്റത്ത് വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. എന്നിട്ട് പിന്നെ പോകാൻ ഇറങ്ങുന്ന സമയത്ത് ശരണ്യയുടെ അമ്മയാണെങ്കിലും കൃഷ്ണമോളോട് ഇങ്ങനെ പ്രത്യേക ഒരു സ്നേഹമൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവളോട് മാത്രം എന്താ പ്രത്യേക സ്നേഹം എന്നോടില്ലേ എന്നുള്ള രീതിയിൽ ബബിതയും ചോദിക്കുന്നുണ്ട്. ആദ്യം കൃഷ്ണമോളോടാണ് കേട്ടോ ഇങ്ങനെ യാത്രയൊക്കെ പറയുന്നത്. അപ്പോൾ ബബിത അത് ചോദിക്കുന്ന സമയത്ത് ഈ മോളാണല്ലോ ഞങ്ങൾക്ക് ഭക്ഷണമൊക്കെ വിളമ്പി തന്നത് എന്ന് പറയും ചിന്തിച്ചോട്ട് നിൽക്കുകയാണെന്ന് തോന്നുന്നുണ്ട്. ഭയങ്കര വിഷമമുണ്ട് കേട്ടോ രോഹിത്തിൻ്റെ മുഖത്ത്. അത് കഴിഞ്ഞ് പിന്നീട് കാണിക്കുന്നത് രേവതിക്കുട്ടിയുടെ ഫോൺ റിങ് ചെയ്യുന്നുണ്ട്. പക്ഷേ രേവതിക്കുട്ടി അവിടെയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ മാമച്ചനാണ് കോൾ എടുക്കുന്നത്. അപ്പോൾ ത്യാഗഭവനിൽ നിന്ന് സിസ്റ്റർ ആഗ്നസ് ആണ് വിളിക്കുന്നതെന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നീട് മാമച്ചനല്ലേന്ന് ചോദിക്കുന്നുണ്ട്. രേവതിക്കുട്ടിയുടെ ഫോൺ തന്നെയാണ്. രേവതിക്കുട്ടീനെ ഇപ്പോൾ ഇവിടെ കാണാനില്ല, ആര് വിളിച്ചു എന്നാണ് പറയേണ്ടതെന്നിങ്ങനെ മാമച്ചൻ ചോദിക്കുമ്പോഴാണ് സിസ്റ്റർ പറയുന്നത് മാമച്ചനല്ലേ ഇങ്ങനെ ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു സീരിയസ് ആയിട്ടുള്ള കാര്യം പറയാൻ വേണ്ടിയിട്ടായിരുന്നു, രേവതിക്കുട്ടീനെ ഒന്ന് കിട്ടണം എന്ന് പറയും. അപ്പോൾ അവൾ വരുമ്പോൾ തിരിച്ച് വിളിക്കാൻ പറയാമെന്ന് പറയും കേട്ടോ. എന്നിട്ട് കോള് കട്ട് ചെയ്യാണ്. അപ്പോൾ ഗ്രേസമ്മ ചോദിക്കുന്നുണ്ട്, എന്താ കാര്യം എന്ന് ചോദിച്ചുകൂടായിരുന്നോ, ചിന്നുമോൾക്ക് എന്തെങ്കിലും വലിയ പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചുകൂടായിരുന്നോ എന്ന് പറയുമ്പോൾ അതൊന്നും എനിക്ക് ഓടിയില്ല എന്ന് പറയുമ്പോൾ ഗ്രേസമ്മ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, കള്ളത്തരം കാണിക്കാൻ ഭയങ്കര ബുദ്ധിയാണല്ലോ, ഈ കാര്യത്തിലൊന്നും ബുദ്ധിയില്ലാത്തൊരു മനുഷ്യൻ എന്ന് പറഞ്ഞിട്ട് ഗ്രേസമ്മയാണെങ്കിലും ദേഷ്യപ്പെടുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് ഇവരിങ്ങനെ സംസാരിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ചിന്നുമോൾക്ക് എന്തെങ്കിലും പ്രശ്നമായിട്ടാണോ വിളിച്ചതെന്ന് അറിയുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗ്രേസമ്മയ്ക്ക് നല്ല ടെൻഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ചോദിച്ചില്ല എന്ന് പറഞ്ഞ് മാമച്ചനെയാണെങ്കിലും വഴക്ക് പറയുന്നുണ്ടായിരുന്നേ. അപ്പോഴാണ് രേവതിക്കുട്ടി താഴേക്ക് ഇറങ്ങി വരുന്നത്. രേവതിക്കുട്ടീനോട് ചോദിക്കുന്നുണ്ട്, നീ എവിടെയായിരുന്നു, ഫോൺ എവിടെ വെച്ചിട്ട് എവിടെ പോയതെന്ന്. അപ്പോൾ ബാത്റൂമിൽ എങ്ങാണ്ടോ പോയതായിരുന്നു എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ത്യാഗഭവനിൽ സിസ്റ്റർ വിളിച്ച കാര്യമൊക്കെ രേവതിക്കുട്ടീനോടും പറയുന്നുണ്ട്, എന്തോ സീരിയസ് കാര്യമാണ്, നിന്നോട് അങ്ങോട്ടേക്ക് തിരിച്ച് വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയും. അപ്പോൾ മാമച്ചൻ അത് ചോദിക്കാത്തതിൻ്റെ കാര്യം കൂടെ രേവതിക്കുട്ടീനോട് പറയുമ്പോൾ രേവതിക്കുട്ടി മാമച്ചനെ ഇങ്ങനെ വഴക്ക് പറയാനായിട്ട് തുടങ്ങുമ്പോൾ മാമച്ചൻ പറയുന്നുണ്ട്, വേണ്ട ഇനി കുറച്ചെങ്കിലും ഗ്യാപ്പ് വേണം, കുറച്ച് കഴിഞ്ഞിട്ട് പറയാം, ഇപ്പോൾ അവിടുന്ന് കിട്ടിയതേ ഉള്ളൂ എന്ന് പറഞ്ഞ് കളിയാക്കുന്ന പോലെ പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും പിന്നീട് രേവതിക്കുട്ടി അവിടെ ഇരുന്നിട്ട് തിരിച്ച് വിളിക്കുകയാണ്, സിസ്റ്റർ വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സിസ്റ്റർ ആണെങ്കിലും പിന്നീട് ചിന്നുമോളുടെ അങ്ങനെ അഡോപ്ഷൻ്റെ കാര്യത്തിനെ കുറിച്ചൊക്കെ സംസാരിക്കുകയാണ്. അവിടെ ഊർമിള എന്നുള്ളൊരു സ്ത്രീ വന്നിട്ടുണ്ടായിരുന്നു. അവർ ഒരു ആൺകുട്ടീനെ അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത്. പക്ഷേ അവർക്ക് ചിന്നുമോളെ കണ്ടപ്പോൾ അവളെയും കൂടി കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളോടും കൂടി ചോദിച്ചിട്ട് എനിക്ക് ചിന്നുമോളുടെ കാര്യത്തിൽ തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ എന്ന്. അപ്പോൾ അതറിയാൻ വേണ്ടിയിട്ട് വിളിച്ചതാണെന്ന് പറയുമ്പോഴേക്കും രേവതിക്കുട്ടിക്ക് ആകെ സങ്കടമൊക്കെ ആവാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ രേവതിക്കുട്ടി അതിൻ്റെ ഇടയ്ക്ക് ഗ്രേസമ്മ അങ്ങനെ സിസ്റ്റർ സംസാരിക്കുമ്പോൾ ഫോൺ സ്പീക്കറിലിടാൻ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരും കേൾക്കുന്നുണ്ട് കേട്ടോ സിസ്റ്റർ പറയുന്ന കാര്യങ്ങളെല്ലാം.
എന്നിട്ട് രേവതിക്കുട്ടി പറയുകയാണ്, അപ്പോൾ അലീന ചേച്ചീനോടും കൂടി ഒന്ന് അങ്ങനെ അന്വേഷിച്ചിട്ട് ഇങ്ങനെ ആലോചിച്ചിട്ട് വേണം ഞങ്ങൾക്ക് തീരുമാനം എടുക്കാൻ. സിസ്റ്റർ പറഞ്ഞ കാര്യങ്ങൾ കേട്ടിട്ട് തന്നെ എനിക്കത് അംഗീകരിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. സിസ്റ്റർ അവളുടെ നല്ല കാര്യത്തിന് മാത്രമേ ഇങ്ങനെ സംസാരിക്കുള്ളൂ എന്ന് ഞങ്ങൾക്ക് അറിയാമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ സിസ്റ്റർ പറയുന്നുണ്ടായിരുന്നു, നിങ്ങളിങ്ങനെ ഒരു കാര്യം കൂടെ ഓർക്കണം, അവൾക്കൊരു അച്ഛനെയും അമ്മേനെയും ഒക്കെ കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമില്ല. അപ്പോൾ ആ കാര്യത്തിനെ കുറിച്ചൊക്കെ സിസ്റ്റർ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അലീന ചേച്ചിനോടും കൂടെ ഒന്ന് ആലോചിച്ചിട്ട് കാര്യങ്ങൾ പറയാമെന്നാണ് രേവതിക്കുട്ടി പറയുന്നത്. അപ്പോൾ സിസ്റ്റർ പറയുന്നുണ്ട്, ആയിക്കോട്ടെ, അലീനേനും കൂടെ അന്വേഷിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ കോൾ കട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇനിയിപ്പോൾ അവർക്ക് സിസ്റ്റർ അവരിങ്ങനെ ഒരു ആൺകുട്ടീനെ ദത്തെടുക്കാൻ വേണ്ടിയിട്ടാണല്ലോ പേപ്പേഴ്സ് എല്ലാം റെഡിയാക്കി കൊണ്ടുവന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ അവർക്ക് അഡോപ്ഷൻ പറ്റിയില്ലെങ്കിൽ അവരിങ്ങനെ സ്പോൺസർ ചെയ്യാമെന്നും പറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ രേവതിക്കുട്ടീനോട് പറയുന്നുണ്ടായിരുന്നേ. പിന്നീട് കോൾ കട്ട് ചെയ്ത ശേഷം രേവതിക്കുട്ടി മാമച്ചനോടും ഗ്രേസമ്മേനോടും പറയുന്നുണ്ടായിരുന്നു, എനിക്ക് നല്ല തലവേദനയുണ്ട്, ഞാനൊന്ന് പോയി കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ രേവതിക്കുട്ടി അവിടുന്ന് പോകുന്നത്. ഭയങ്കര സങ്കടത്തിലാണ് പോകുന്നത്. അപ്പോൾ രേവതിക്കുട്ടി അങ്ങ് കയറിപ്പോയി കഴിയുമ്പോൾ മാമച്ചൻ ഇങ്ങനെ ഗ്രേസമ്മേനോട് ചോദിക്കുന്നുണ്ട്, അവൾ ഭയങ്കര വിഷമത്തിലാണല്ലോ പോയത്, നീ അവളോടൊന്ന് സംസാരിച്ചുകൂടായിരുന്നോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഗ്രേസമ്മ പറയാണ്, അവളിപ്പോൾ കുറച്ച് സമയം ഒന്ന് തനിച്ചിരിക്കട്ടെ, കുറച്ച് കഴിയുമ്പോൾ അവൾ തന്നെ നമ്മളോട് ഈ കാര്യത്തെപ്പറ്റി സംസാരിക്കും എന്ന് പറയുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് ശരണ്യ അമ്മയും തിരിച്ച് വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ ശരണ്യയുടെ അച്ഛനാണെങ്കിലും ചോദിക്കുന്നുണ്ട്, നിങ്ങളെന്താ ഇത്രയും വൈകിയത്, ഷാജി എവിടെയെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഷാജി ഞങ്ങളെ ഇവിടെ ഇറക്കിയിട്ട് പോയി, അവന് വേറെ ഓട്ടമുണ്ടെന്ന് പറഞ്ഞ് പോയി എന്ന് പറയും. അപ്പോൾ എന്നിട്ട് നിങ്ങളെന്താ ഇത്രയും വൈകിയതെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങളിങ്ങനെ അവരുടെ സംസാരം ഒന്നും കേട്ടാൽ അവിടുന്ന് പോരാനേ തോന്നത്തില്ല എന്ന് പറഞ്ഞിട്ട് പിന്നീട് ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ എന്താ അവർ നിങ്ങളെ തടഞ്ഞു വെച്ചോ, നിങ്ങളോട് മോശമായിട്ട് പെരുമാറിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ ശരണ്യയുടെ അച്ഛൻ. ശരണ്യ പറയുന്നുണ്ടായിരുന്നു, അച്ഛനൊന്നും വിചാരിക്കുന്ന പോലെയല്ല അവർ ഞങ്ങളോട് നല്ല രീതിയിലാണ് പെരുമാറിയത്. ആദ്യം ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ഞങ്ങളോട് അകത്തേക്ക് ഇരിക്കാൻ പറഞ്ഞു, എന്നിട്ട് ചായ തന്നു. അത് കഴിഞ്ഞ് അലീന ചേച്ചിയുടെ റൂമിലേക്ക് കൊണ്ടുപോയി. പിന്നീട് അവർക്ക് ഭക്ഷണം കൊടുത്ത കാര്യം എല്ലാം തന്നെ പറയാൻ കേട്ടോ. അപ്പോൾ ഇത് കേട്ടുകൊണ്ടാണ് ഗോപൻ അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ ഗോപൻ പറയുന്നുണ്ടായിരുന്നു, അവരവരുടെ മകന് വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾ അങ്ങോട്ടേക്ക് ചെന്നപ്പോൾ തേനും പാലും ഒഴുക്കും, ഇനിയിപ്പോൾ കേസിൻ്റെ വിചാരണ വരാൻ പോവല്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവരങ്ങനെയൊക്കെ ചെയ്യുമെന്ന് പറയുമ്പോൾ ഗോപേട്ടൻ പറയുന്ന പോലെയൊന്നല്ല കാര്യങ്ങൾ, അതുപോലെ തന്നെ അച്ഛനും വിചാരിക്കുന്ന പോലെയൊന്നല്ല അവർ. ആ ബാലചന്ദ്രൻ സാറൊക്കെ ഞങ്ങളോട് എന്ത് നല്ല രീതിയിലാണ് സംസാരിച്ചത്. അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോഴും ഗോപന് അത് അത്രയ്ക്ക് അങ്ങ് വിശ്വാസം വരുന്നില്ല കേട്ടോ. അപ്പോൾ ഗോപനോട് ശരണ്യ പറയുന്നുണ്ടായിരുന്നു, എന്നാൽ ഗോപേട്ടൻ ഷാജി ചേട്ടനോട് പോയി ചോദിച്ചു നോക്ക്, അവിടെ നടന്ന കാര്യങ്ങളൊക്കെ അപ്പം അറിയാലോ, അവർ ഞങ്ങളോട് എങ്ങനെയാണ് പെരുമാറിയതെന്നൊക്കെ അറിയാമായിരുന്നല്ലോ എന്ന് പറയുകയാണ്. ഗോപൻ അപ്പോഴും പറയുന്നുണ്ടായിരുന്നു, അവരവരുടെ മകനെ ഇങ്ങനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ ഇങ്ങനെ സോപ്പിട്ട് പതപ്പിച്ച് കുളിപ്പിച്ച് വിട്ടിരിക്കുകയാണ് എന്നൊക്കെയാണ് കേട്ടോ ഗോപൻ്റെ വർത്താനം. അപ്പോൾ ശരണ്യയുടെ അമ്മ പറയുന്നുണ്ടായിരുന്നു, ആൾക്കാരോട് പെരുമാറുമ്പോൾ ഞങ്ങൾക്ക് അടുത്തിടപഴകുമ്പോൾ ഞങ്ങൾക്ക് അറിയാലോ ഓരോരുത്തരുടെയും സ്വഭാവം, ഇതങ്ങനെയൊന്നല്ല, എന്ത് നല്ല പെരുമാറ്റമായിരുന്നു അവർക്കെല്ലാം ഞങ്ങളോട് എന്ന് പറയുകയാണ് കേട്ടോ. പിന്നീട് ശരണ്യ പറയുന്നുണ്ടായിരുന്നു, അലീന ചേച്ചി അതുപോലെ തന്നെ അലീന സുഖമില്ലാതെ കിടക്കുകയായിരുന്നല്ലോ, എന്നിട്ട് അവിടുത്തെ 2 പെൺകുട്ടികളാണ് അലീനേനെ നോക്കുന്നതും എല്ലാം അവളുടെ റൂമിലേക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടു കൊടുക്കുന്നതും എല്ലാം അങ്ങനെ തന്നെയാണ്. നമ്മുടെ മോള് അലീനേനെ വിളിക്കുന്ന പോലെ അലീന ചേച്ചി തന്നെയാണ് അവരും വിളിക്കുന്നത് എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അതുപോലെ തന്നെ അലീനേനെയും അവർക്ക് എല്ലാവർക്കും ആ വീട്ടിലുള്ളവർക്കും ഭയങ്കര കാര്യമാണ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷേ ഗോപന് അത് അത്രയ്ക്ക് അങ്ങ് വിശ്വാസം പോരാട്ടോ. ഗോപൻ അത് പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ശരണ്യ പറയുന്നത്, എന്നാൽ ഷാജി ചേട്ടനോട് പോയി ചോദിച്ചു നോക്ക്, അല്ലെങ്കിൽ ചേട്ടൻ അങ്ങോട്ടേക്കൊന്ന് പോയി നോക്ക് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഗോപനെ അത്രയും കേട്ടിട്ട് അവിടെ നിന്ന് അങ്ങ് പോവേ. പിന്നീട് അതുപോലെ തന്നെ ശരണ്യയുടെ അച്ഛനോടാണെങ്കിലും അമ്മ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം അച്ഛനും അത് അത്രയ്ക്ക് അങ്ങ് വിശ്വസിക്കാൻ പറ്റിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. എന്തായാലും ശരണ്യ അലീനനെ കണ്ട ഇതിൽ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. ഗോപനും ശരണ്യ അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ ശരണ്യയുടെ അമ്മ ശരണ്യയുടെ അച്ഛനോട് പറയുന്നുണ്ടായിരുന്നു, അവർക്കെല്ലാവർക്കും അങ്ങനെ ഒപ്പിരുത്തിയാണ് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് 2 പേർക്കും ഭക്ഷണം വിളമ്പി തന്നത് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നേ. പിന്നീട് അത് കഴിഞ്ഞ് അലീനനെയാണ് കാണിക്കുന്നത്. അലീനയുടെ പനി ചെക്ക് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ ബബിതയും കൃഷ്ണമോളും കൂടെ. അപ്പോൾ അലീന പറഞ്ഞിട്ടുണ്ടായിരുന്നു പനി കുറഞ്ഞു എന്നുള്ളത്. അപ്പോൾ ബബിതയ്ക്ക് അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അത് ഉറപ്പ് വരുത്തണമല്ലോ, അപ്പോൾ അതിന് ചെക്ക് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ പനിയൊക്കെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് നോക്കിയിട്ട് പറയുകയാണ് കേട്ടോ. അപ്പോൾ അതന്നെയല്ലേ ഞാൻ പറഞ്ഞത്, എനിക്കിങ്ങനെ ആളുകളെ ഇങ്ങനെ ശുശ്രൂഷിക്കുന്ന പണിയായിരുന്നല്ലോ, അപ്പോൾ അതുകൊണ്ട് എനിക്ക് പനിയൊക്കെ കുറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും എന്ന് പറയുമ്പോൾ ബബിത പറയുകയാണ്, ഞങ്ങൾക്ക് ആർക്കും ആ പണി അറിയാത്തതുകൊണ്ട് ഞങ്ങൾക്ക് എന്തായാലും ചെക്ക് ചെയ്ത് ഉറപ്പ് വരുത്തണം, അതിനാണ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബബിതേച്ചിക്ക് വിശ്വാസം വരാതെ ഇരുന്നതേ ഇടയ്ക്ക് ബബിതേച്ചിയുടെ മനസ്സിലേക്ക് ആ മുടിയൻ കയറി വന്നിട്ടുണ്ടാവും എന്നിങ്ങനെ പറയുമ്പോൾ ബബിതയുടെ മുഖം പെട്ടെന്ന് അങ്ങ് മാറുന്നുണ്ട്. അപ്പോൾ അലീന പറയും, കൃഷ്ണമോളെ വേണ്ട അങ്ങനെ ബബിതേനോട്
കൃഷ്ണമോളോട് സോറി പറയാനായിട്ട് പറയുകയാണ് കേട്ടോ. അപ്പോൾ കൃഷ്ണമോൾ ഒരു ഒഴുക്കൻ മട്ടിലൊരു സോറി അങ്ങ് പറയുമ്പോൾ മര്യാദയ്ക്ക് സോറി പറഞ്ഞു എന്ന് പറയുമ്പോൾ കൃഷ്ണമോളാണെങ്കിലും സോറി പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നീട് അലീന പനി മാറി എന്നൊക്കെ അറിഞ്ഞ് കഴിയുമ്പോൾ കട്ടിൽ നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് പോകാനായിട്ട് തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഭവിത ചോദിക്കും, എന്തിനാ കട്ടിൽ നിന്ന് ഇറങ്ങിയത്? കാല് കട്ടിലേക്ക് തന്നെ കയറ്റി വെക്കാൻ പറയും കേട്ടോ. അപ്പോൾ എൻ്റെ പനി മാറിയല്ലോ, എനിക്കൊന്ന് പുറത്തേക്ക് പോകാനായിരുന്നു എന്ന് പറയുമ്പോൾ അതൊന്നും പറ്റത്തില്ല, പനി മാറിയാലും റെസ്റ്റ് എടുക്കണം എന്നാണ് കേട്ടോ രണ്ടുപേരുടെയും തീരുമാനം. അപ്പോൾ കൃഷ്ണമോളെ എന്നിങ്ങനെ അലീന കൂട്ടിന് വിളിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ കാര്യത്തിൽ ബബിതേച്ചിയുടെ കൂടെയാണ് എന്ന് പറയുന്നുണ്ട് കേട്ടോ കൃഷ്ണമോള്. പിന്നീട് അത് കഴിഞ്ഞ് അവർ ഇങ്ങനെ തർക്കിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് അലീന പറയുന്നുണ്ട്, എന്തായാലും ഇനിയിപ്പോൾ നിങ്ങൾ രണ്ടും കൂടെ തർക്കിക്കാൻ നിൽക്കണ്ട, ഞാൻ ഇവിടെ തന്നെ ഇരുന്നോളാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ബോറടിക്കുകയാണല്ലോ അലീനയ്ക്ക്. അപ്പോൾ കൃഷ്ണമോൾ പറയുന്നുണ്ടായിരുന്നു, ഇനിയിപ്പോൾ അങ്ങനെ ചേച്ചിക്ക് ബോറടിക്കുകയാണെങ്കിൽ ആ ജനലിലൂടെ ഒന്ന് പുറത്തേക്ക് നോക്കിയാൽ മതി, രോഹിയേട്ടനോ അതുപോലെ തന്നെ ബബിതേച്ചി മുറ്റടിക്കുന്നത് കണ്ടാൽ ആ ബോറടി അങ്ങ് മാറിക്കോളും എന്ന് പറയാനായിട്ട്. അപ്പോൾ അവരുടെ മുറ്റടി അത്രയ്ക്കും ഇതാണല്ലോ, അപ്പോൾ അതിൻ്റെ പേരിൽ കളിയാക്കുന്നത് അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ ബബിതയ്ക്ക്. അപ്പോൾ ബബിത പറയുന്നുണ്ട്, നീ ഇങ്ങനെ മുറ്റടിക്കുന്നത് ഇപ്പോൾ നല്ലതിലാണല്ലോ എന്ന് പറയുമ്പോൾ രണ്ടുപേരും കൂടെ തർക്കിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും കൂടെ ഒന്ന് നിർത്തി തർക്കിക്കണ്ട എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ അലീന കട്ടിലിൽ തന്നെ വീണ്ടും കയറിയിരിക്കുന്നത്. പിന്നീട് ബബിത ചോദിക്കുന്നുണ്ടായിരുന്നു, ബബിത എടുത്ത് പറയുന്നുണ്ട് കേട്ടോ, ഞാനോ കൃഷ്ണമോളോ പറയാതെ ഈ മുറിക്ക് പുറത്ത് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അനന്തരഫലം എന്തായിരിക്കും എന്ന് പറയാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. എന്നിട്ട് ചോദിക്കും, എന്തായാലും ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയിട്ട് ഡിന്നർ ഉണ്ടാക്കട്ടെ, ചേച്ചിക്ക് എന്താ വേണ്ടത് എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ രാത്രിയത്തെ ഡിന്നറിൻ്റെ മെയിൻ കുക്ക് ഞാനാണെന്നും പറയുന്നുണ്ട്. അപ്പോൾ എന്താ സ്പെഷ്യൽ എന്നിങ്ങനെ ചോദിക്കും അലീന. അപ്പോൾ കൃഷ്ണമോൾ കളിയാക്കിക്കൊണ്ട് പറയുകയാണ്, കരിയാത്ത ചപ്പാത്തി, വട്ടത്തിലുള്ള ചപ്പാത്തി എന്ന് പറഞ്ഞിങ്ങനെ കളിയാക്കുമ്പോൾ ബബിത കൃഷ്ണമോളെ എന്നിങ്ങനെ വിളിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും ചേച്ചി ഇവിടെ ഇരുന്നോ, ഞങ്ങൾ ഒരു റൗണ്ട് ചുറ്റിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ അവിടെ നിന്ന് അങ്ങ് പോകും കേട്ടോ. അപ്പോൾ അലീനയാണെങ്കിലും ഭയങ്കര സന്തോഷത്തിലിരിക്കുന്നത് കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്. പിന്നീട് പ്രൊമോ കാണിക്കുന്നുണ്ടായിരുന്നു. അലീന പിറ്റേ ദിവസം രാവിലെ കുളിച്ച് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബബിത അത് കാണുമ്പോൾ ചോദ്യം ചെയ്യുന്നുണ്ട്, ഞാനോ കൃഷ്ണമോളോ പറയാതെ മുറിക്ക് പുറത്തിറങ്ങരുതിരിക്കണം, ഒരിക്കലും എന്നെ അന്വേഷിച്ച് വരരുത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരിക്കലും വൈജയന്തി അലീനയുടെ പിറകെ വന്ന് ഇങ്ങനെ വിളിക്കില്ല എന്നൊക്കെയാണ് പറയുന്നത്. വൈജയന്തിക്ക് അറിയില്ലല്ലോ അലീന സ്വന്തം മകളാണെന്നുള്ളത്. പിന്നീട് അലീന ചോദിക്കുന്നുണ്ട്, ഞാൻ മാഡത്തിനോട് ഒരു ദ്രോഹം ചെയ്യുന്നില്ലല്ലോ, പിന്നെ എന്താണെന്നൊക്കെ ചോദിക്കുമ്പോൾ വൈജയന്തി പറയുന്നത്, അലീന ചെയ്ത അത്രയും ദ്രോഹം ലോകത്തിൽ മറ്റാരും വൈജയന്തിനോട് ചെയ്തിട്ടില്ല എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് പ്രമോല് കാണിച്ചിട്ടുണ്ടായിരുന്നത്. റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.